ഹായ് ഹലോ നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കാശ്മീർ ട്രിപ്പിൻ്റെ ഡേ 6 ആണ് ഇന്ന് ഞങ്ങൾ കാശ്മീരിൽ നിന്ന് നാട്ടിലോട്ട് തിരിച്ചു പോകുക കേട്ടോ. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇറങ്ങും. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റംസ് എന്താണെന്ന് നോക്കാം. ആദ്യം ഉള്ളത് കോൺഫ്ലേക്സ് ആണ്. ഇന്ന് കോൺഫ്ലേക്സ് മാത്രമേ ഉള്ളൂ, ചോക്കോസ് ഇല്ല. പിന്നെ നല്ല ചൂടുള്ള പാലുണ്ട് കേട്ടോ. അടുത്തതായിട്ട് കട്ട് ഫ്രൂട്ട്സ് ആണ്. ഇന്നുള്ളത് പപ്പായയും ഷമാമുമാണ്. ഇവിടെ അധികവും പപ്പായയും ഷമാമും കേട്ടോ ഉണ്ടാവാറ്. ഇനി നമുക്ക് റോട്ടി എന്താണെന്ന് നോക്കാം. ഇന്നത്തെ റോട്ടി ആലു പറാത്തയാണ്. ഇതിലോട്ട് പുളിയില്ലാത്ത തൈരുണ്ട്. ആലു പറാത്തയും ഈ തൈരും നല്ല കോമ്പിനേഷൻ ആട്ടോ. അതിനുശേഷം പോഹയുണ്ട്, പിന്നെ ഉപ്മയുണ്ട്, ഇവിടെ ചില്ലി ബേബി കോൺ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ വൈറ്റ് ബ്രെഡും ബ്രൗൺ ബ്രെഡും ഉണ്ട്. ഇനിയുള്ളത് എഗ് ബുർജിയാണ്. ഈ ബ്രെഡിലോട്ടുള്ള സ്പ്രെഡുകൾ ഉണ്ട് ഇവിടെ, ജാം, അതുപോലെ തന്നെ ബട്ടർ, പിന്നെ ചായ ഉണ്ട്, ചൂടുവെള്ളമുണ്ട്. ഇന്ന് എഗ് ബുർജി ആയതുകൊണ്ട് ബോയിൽഡ് എഗ് ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത്. ഇന്ന് ഞാൻ കഴിക്കാനെടുത്തത് കുറച്ച് കട്ട് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ബേബി കോൺ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് എഗ് ബുർജി എടുത്തിട്ടുണ്ട് കേട്ടോ. എഗ്ഗില്ലാതെ ഒരു പരിപാടി ഇല്ലല്ലോ. പിന്നെ ഒരു ചെറിയ സ്പൂൺ ഉപ്മ എടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കോൺഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. അത് നല്ല ചൂടുള്ള പാലിൽ ബട്ടർ ചേർത്തതിന് ശേഷം കേട്ടോ കോൺഫ്ലേക്സ് എടുത്തിട്ടുള്ളത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു, നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഒക്കെ ഒരുവിധം തീർന്നിരുന്നു കേട്ടോ. ഞങ്ങളുടെ കൂടെയുള്ള അധിക പേരും നേരത്തെ കഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോട്ടലിൽ പുതിയ ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ഐറ്റംസ് ഞാനിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണ്. ബേബിക്കോൺ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ആലു പറാത്തയും ബ്രെഡൊന്നും എടുത്തിട്ടില്ല. ഫൈസക്ക ആലു പറാത്ത എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് ടോസ്റ്റ് ചെയ്ത ബ്രെഡിൽ ബട്ടറൊക്കെ ചേർത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടൻ തന്നെ എയർപോർട്ടിലോട്ട് പോവുകയാണ്. എല്ലാ എയർപോർട്ടും പോലെ അല്ല കേട്ടോ ശ്രീനഗർ എയർപോർട്ട്. 1 കിലോമീറ്റർ മുൻപേ ആയിട്ട് മിലിറ്ററിയുടെ ഒരു ചെക്കിംഗ് ഉണ്ട്. അതിനുശേഷം മാത്രമേ നമുക്ക് എയർപോർട്ടിൽ എൻ്റർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് പോകണം. ഇവിടുന്ന് 10 മിനിറ്റിൻ്റെ ട്രാവലിങ്ങേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ നേരെ ഡൽഹിയിലോട്ടാണ് പോകുന്നത്. അവിടെ ഞങ്ങൾക്ക് കുറച്ചധികം സമയം തന്നെ വെയിറ്റിംഗ് ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് രാത്രി 8 o'clock കൂടിയിട്ടാണ് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ അതുവരെയും വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഡൽഹിയിലെ ടൈം യൂട്ടിലൈസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഡൽഹിയിലെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.